നിങ്ങൾ ഗ്രാമീണവാസികളെ സംബന്ധിച്ച് വലിയ ദുഃഖം തന്നെയാണെന്ന്. ഈ കാട്ടാനയുടെ ആക്രമണം എത്രമാത്രം രൂക്ഷമാണ്? നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൽ വനംവകുപ്പിനോടൊപ്പം തന്നെ സർക്കാരിനോടൊക്കെ എന്താണ് പറയാനുള്ളത്? ഞാൻ പറയാനാ എല്ലാം ദുഃഖമാണ്. കാട്ടാനയുടെ ഭയങ്കര ആക്രമണം, ഒരു തരത്തിലും ജീവിക്കാൻ ഒക്കുകയില്ല. ഇന്നലെ ഇത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ കുറച്ച് അവിടെ കാവലുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കാട്ടാന. ഇനി ഇന്നും ഇറങ്ങുന്നത്, ഇനി ചക്ക സീസൺ ആയതുകൊണ്ട് എപ്പോഴും ഇറങ്ങും. അവർ കാവലൊക്കെ ഉണ്ട്, 2 മണി രാത്രി വരെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കാവലൊന്നുമില്ല, അവർ വീട്ടിൽ പോകും, പോലീസ് സ്റ്റേഷനിൽ പോകും. ഈ ഓരോ വന്യമൃഗ ആക്രമണത്തിലും മനുഷ്യർ കൊല്ലപ്പെടുമ്പോൾ നഷ്ടപരിഹാരം നൽകിയതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? നഷ്ടപരിഹാരം നൽകുന്നതിൻ്റെ കാര്യം അതൊക്കെയാണ്. ഇന്നിപ്പം 10 ലക്ഷം രൂപ കൊടുത്തെന്ന് പറഞ്ഞു, അതല്ല അത്രയ്ക്ക് ജോലിയൊന്നും കൊടുക്കുകയില്ല. അങ്ങനെ ഇപ്പം കണ്ടുവരുന്നതല്ല, കാണാമല നടന്നതല്ല അതുപോലെ തന്നെയാണ്. ഇവരിങ്ങനെ വാഗ്ദാനങ്ങൾ പുറത്തു പറഞ്ഞ് സർക്കാരൊന്നും ഒരു പരിപാടിയും ചെയ്യുന്നില്ല ഇതിനു വേണ്ടി. നമുക്ക് കാട്ടിലൊരു തോട്ടി വെട്ടാൻ പോലും ഒക്കുമല്ല. അന്നേരം ഓടിച്ചിട്ട് നമ്മുടെ പേര് കേസും പെറ്റിയെല്ലാം എഴുതി അടയ്ക്ക്. എങ്ങനെയല്ലേ പോറശേരം അങ്ങനെ ചെയ്യുന്ന പരിപാടിയാണ്. ഇപ്പം DFO മറ്റു വനപാലകരുമൊക്കെ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിട്ടുണ്ട്. അവരെത്തിയിട്ടുണ്ട്. അവരവരുടെ കാര്യങ്ങൾ അവർ നിറവേറ്റിട്ട് അവരങ്ങ് പോകും. ഇത്രയും കാര്യങ്ങളുള്ളൂ, വാക്കാ പറയുള്ളൂ ഇവർ, അല്ല വേറെ ഒന്നുമില്ല. ഇവിടെ ഈ കാട്ടാനയുടെ ആക്രമണം രൂക്ഷമാണെന്നറിയാം. നിങ്ങൾക്ക് ഇന്നിപ്പം വളരെ ദുഃഖത്തിലാണ് എല്ലാവരും. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എന്താണ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മലയ്ക്ക് ഞങ്ങൾ ആദ്യകാലം തൊട്ടേ ഈ ഫെൻസിങ് വലിക്കണം, രാത്രി പെട്രോളിങ് നടത്തണം, ഇത് പറഞ്ഞിട്ടൊന്നും അതിനെക്കുറിച്ചൊന്നുമില്ല. ഇപ്പോൾ ഒരു അത്യാഹിതം നടന്നു കഴിഞ്ഞപ്പോഴാണ് എല്ലാവർക്കും ചൂടായി. ഇതിപ്പം 2 ദിവസേന ഒരു പ്രവർത്തനം കാണും, പിന്നെ കഴിഞ്ഞ് പിന്നെ ഇത് തന്നെയാണെന്നൊന്ന് പറയാൻ പറ്റത്തില്ല. ഇന്നലെ പിന്നെ MLA വന്നു, MP വന്നു, പിന്നെ പ്രതിപക്ഷ നേതാവ് വന്നു. ഇവരെല്ലാവരും വന്നപ്പോഴും നമുക്ക് പറയാനുള്ള പറഞ്ഞു. ഇനി ഭാവിയിൽ ഇനി അങ്ങോട്ട് എന്താ ഇവർ നടപ്പാക്കുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് എല്ലാവർക്കും ഓരോന്ന് പറഞ്ഞ് കൈ ഒഴിഞ്ഞ് പോവല്ലോ. ഇപ്പോൾ ഈ 10 ലക്ഷം രൂപ കൊടുത്തതെന്ന് പറഞ്ഞാൽ കൊടുത്തുകൊണ്ട് തീർന്നാവോ? ഒരു ജീവൻ പോയില്ലേ? ഈ 10 ലക്ഷം കൊടുത്താൽ നമുക്ക് ആ ജീവൻ തിരിച്ചു കിട്ടുമോ? കാട്ടി നിൽക്കേണ്ട ജീവികളെ കാട്ടി നിർത്തണം. ഇത് നാട്ടിലിറങ്ങി മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. കവുങ്ങായാലും തെങ്ങായാലും കൃഷികളൊന്നും ഒരാദായം എടുത്ത് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് ഇപ്പം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് നിങ്ങൾ നാട്ടുകാർക്ക് വലിയ ദുഃഖമാണെന്നറിയാം. ദുഃഖമായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് സ്റ്റാൻഡിൽ കിടന്ന് ഓടുന്നവരാ. അദ്ദേഹം ബിജു ഓട്ടോറിക്ഷ ഡ്രൈവർ കൂടിയായിരുന്നു അല്ലേ? ഞങ്ങൾ ഒരുമിച്ച് കിടന്ന് ഓടുന്നത്. പിന്നെ പുള്ളി ഇപ്പം മരിച്ചത് ഭയങ്കര വിഷമമായി. നാളെ ഞങ്ങളുടെ കൂടെ ഇല്ലെന്നുള്ളൊരു വിഷമം ഇത്രേ ഉള്ളൂ. ഈ കാട്ടാന വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് സർക്കാരിനോട് എന്താണ് പറയാനുള്ളത്? നമുക്കെന്തോ പറയാനുള്ളത്, എല്ലാവരും ഓരോ കാര്യങ്ങൾ പറയുന്നില്ല, അതേ ഉള്ളൂ നമുക്കും പറയാനുള്ളൂ. പറഞ്ഞോളൂ സാർ. നിങ്ങളെ സംബന്ധിച്ച് വലിയ ദുഃഖമാണെന്നറിയാം. എങ്കിൽ വലിയ ദുഃഖത്തിലാണ്. കൂടെ ഇങ്ങനെ കാട്ടുമൃഗങ്ങൾ ഇറങ്ങി നാട്ടിലിറങ്ങില്ല വീട്ടിൽ വന്ന് വീട്ടുമുറ്റത്ത് വരുന്ന ഇങ്ങനെ മൃഗങ്ങൾ അല്ല മനുഷ്യനെ കൊല്ലുന്ന രീതിക്ക് സർക്കാർ ഒരു നടപടി ഉണ്ടാകണം. അവിടെ ഒരു മൃഗം വന്ന് ഒരു വീട്ടുനാഥനെ കൊന്നയാളുടെ ഒരു നക്കാപ്പിറ്റായിട്ടൊരു 10 ലക്ഷം രൂപ, അത് ജനങ്ങൾ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കിയതിന് പേരിൽ വലിയ വലുപ്പത്തിൽ 10 ലക്ഷം രൂപ സർക്കാർ അങ്ങോട്ട് കൊടുക്കും. ഇതുകൊണ്ട് വല്ല ആകുമോ? ഇങ്ങനെ ഉണ്ടാകാതിരിക്കാൻ സർക്കാർ തീരുമാനിക്കണം. എവിടെയും നാട്ടിലിറങ്ങി ഇതുപോലെ മൃഗങ്ങളെ മനുഷ്യനെ ഉപദ്രവിച്ച് കൊന്നാൽ ഒരു 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കണം. ഇത് സർക്കാർ നടപടി തീരുമാനം ഉണ്ടാക്കിയേ പറ്റുള്ളൂ. ഇതെന്നാ കൂടെ ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് എത്ര എണ്ണമായി ഓടിച്ചിട്ട് വീട്ടുമുറ്റത്തിട്ട് കുത്തുന്നു. പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുന്ന വന്ന് കാട്ടുപത്ത് വന്നു. ഇതൊക്കെ ഇവർ കണ്ണടച്ച് 10 ലക്ഷം രൂപ അങ്ങോട്ട് കൊടുത്തേച്ച് സമാധാനം ഇതുകൊണ്ട് വലിയ കാര്യമാണ്, വലിയ ആശ്വാസമാകുമോ? സർക്കാർ ഇങ്ങനെ അനങ്ങാതിരുന്നിട്ട് കാര്യമില്ല. ഇവരെല്ലാം ഓട്ടാകുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് വരും. എന്തൊരു സംരക്ഷണമാണ് പിന്നെ ജനങ്ങളെ. പിന്നെ ഇവരെയൊന്നും ഈ വഴി കാണുന്നുമില്ല. ഇവരെ തെരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധി വേണ്ടി അത് വേണ്ട പോലെ ശുപാർശ ചെയ്തിട്ട് മൃഗങ്ങൾ ഇത് നാട്ടിലോട്ട് മൃഗങ്ങൾ ഇറങ്ങാതിരിക്കാനുള്ള സംവിധാനം ചെയ്യേണ്ടത് ഇവരാണ് ഒറ്റപ്പാട് വെക്കേണ്ടത്. ഇവിടെ കിടന്ന ഈ പാവപ്പെട്ടോ ഞങ്ങളൊക്കെ ഇവിടെ കിടന്ന് എന്നാ കാണിക്കാൻ പറ്റും? അതിനെ പറയേണ്ടടുത്ത് പറയണം. കാരണം ഇതെല്ലാം മന്ത്രിമാരുടെയും അധികാരപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും എല്ലാം ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ആൾക്കാരുണ്ടാകണം. അതിന് തൻ്റെ ഇടമുള്ളവർ വേണം. അങ്ങനെ ഇതിനൊക്കെ തീരുമാനം ഉണ്ടാകുള്ളൂ. അതായത് 10 രൂപയും കൊടുത്ത് യഥാർത്ഥ അനുശോചനം വെച്ച് നാട്ടുകാരെ കണ്ണി പൊടിയിട്ട് നിർത്തുന്ന ഒരു പരിപാടി പാടില്ല. 50 ലക്ഷം രൂപ കൊടുക്കണം. ഒരു മനുഷ്യനെ നാട്ടിലിറങ്ങി കാട്ടാൻ വന്ന് 50 ലക്ഷം രൂപ കൊടുക്കണം. അതും ഉണ്ടാകരുത്. ഇനി 50 കോടി കൊടുക്കുന്ന പറഞ്ഞാലും ഉണ്ടാകരുത്. സർക്കാർ നടപടി ഉണ്ടാക്കിയേ പറ്റുള്ളൂ. നിങ്ങൾ വലിയ വിഷമത്തിലാണ് അറിയാമെങ്കിൽ പോലും ചോദിക്കുകയാണ്. നമുക്കൊന്നും പറയാനില്ല, ഇതൊക്കെ പറയട്ടെ. എന്താണ് ഇപ്പൊ കാട്ടാന മാത്രമല്ല, ഈ ഭാഗത്ത് കാട്ടുപോത്തിന്റെ ആക്രമണത്തിലും പറയാൻ പറ്റുന്ന സമയമല്ല, അതുകൊണ്ട് ഒന്നും പറയുന്നില്ല. ഇപ്പൊ ഒന്നും പറയുന്നില്ല. ഇപ്പോഴത്തെ സമയം ഒന്നും പറയാൻ പറ്റുന്നില്ല. വിഷമം കാരണം ഒന്നും പറയാൻ പറ്റില്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ ഓട്ടോ അടിക്കാൻ നടന്ന ഒരു സഹോദരനാണ്. ഇപ്പോൾ ഒന്നും സംസാരിക്കാനുള്ള ഒരു തീരുമാനം. തുലാപ്പള്ളി ഈ മേഖലയിൽ ഏവർക്കും പ്രിയപ്പെട്ട ഒരാളായിരുന്നു കൊല്ലപ്പെട്ട ബിജു. അദ്ദേഹം ഒരു ഓട്ടോ ഡ്രൈവർ കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെയുണ്ടായിരുന്ന പല ഓട്ടോ ഡ്രൈവർമാർക്കും പ്രതികരിക്കാൻ പോലും അങ്ങനെ അത്തരത്തിലുള്ളൊരു മാനസികാവസ്ഥയിലല്ല. എങ്കിലും നാട്ടുകാർ ഒരു കാര്യമാണ് പറയുന്നത്, ഓരോ ഇത്തരത്തിൽ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ മരണങ്ങൾ സംഭവിക്കുമ്പോൾ സർക്കാർ നഷ്ടപരിഹാരം കൊടുത്തതുകൊണ്ടായില്ല. അത് ഒരിക്കലും ജീവന് പകരമാവില്ല. പകരം
വനംവകുപ്പും സർക്കാരും വന്യമൃഗ ആക്രമണങ്ങളെ തടയുന്നതിനുള്ള ക്രിയാത്മകമായ നടപടികൾ എടുക്കണം എന്നാണ് ഈ ഒരു വേളയിൽ ജനങ്ങൾക്ക് പറയാനുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുമണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.